ഒരു നോട്ടിഫിക്കേഷൻ നോക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ട് മണിക്കൂറുകൾ ഒരേ ഇരിപ്പിൽ റീലുകൾ കണ്ടിരിക്കാറുണ്ടോ? നിങ്ങൾക്കും ബ്രെയിൻ ഫോഗ് ആയേക്കാം. എന്താണ് ബ്രെയിൻ ഫോഗ്? തലച്ചോറിന്റെ ക്ഷീണം, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവില്ലായ്മ, ഓർമ്മക്കുറവ്, വ്യക്തതയില്ലായ്മ തുടങ്ങിയ അവസ്ഥകളെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണിത്. സാധാരണയായി ഉറക്കക്കുറവ്, സമ്മർദ്ദം, പോഷകാഹാരക്കുറവ്, അമിതമായ സ്ക്രീൻ ടൈം തുടങ്ങിയ കാരണങ്ങളാൽ ബ്രെയിൻ ഫോഗ് സംഭവിക്കാം. അടിക്കടി ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നു പോവുക, ശരിയായ പദങ്ങൾ കണ്ടെത്താനുള്ള പ്രയാസങ്ങൾ, അമ്പരപ്പും ആശയക്കുഴപ്പവും അനുഭവപ്പെടുക, കഠിനമായ തലവേദന, പതിവിലും സാവധാനത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുക, മൂഡ് സ്വിംഗ് എന്നിവയാണ് ബ്രെയിൻ ഫോഗിന്റെ പ്രധാന ലക്ഷണങ്ങൾ. അമിതമായി റീൽസ് കാണുന്നത് എങ്ങനെയാണ് ബ്രെയിൻ ഫോഗിന് കാരണമാകുന്നത്? റീൽസ് പോലുള്ള ഷോർട്ട് ഫോം വീഡിയോകൾ നിരന്തരം അറ്റൻഷൻ ഷിഫ്റ്റിന് കാരണമാകുന്നുണ്ട്. റീൽസ് പോലുള്ള വേഗതയേറിയ ഹൈ സ്റ്റിമുലസ് ഉള്ള കണ്ടന്റുകൾ ബ്രെയിനിൽ ഡോപ്പമൈൻ ഉത്പാദിപ്പിക്കുന്നു. റീൽസുകൾ കാണുന്ന സമയം നമുക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും നിരന്തരമായ ഇത്തരം ഉത്തേജനങ്ങൾ മസ്തിഷ്കത്തെ ക്ഷീണിപ്പിക്കുകയും ബ്രെയിൻ ഫോഗിന് കാരണമാവുകയും ചെയ്യുന്നു. അമിതമായ റീൽസ് കാണുന്നത് ഉറക്കം കുറയ്ക്കുകയും ഉറക്കത്തിന്റെ തോത് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉറക്കക്കുറവ് ബ്രെയിൻ ഫോഗിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. നിരന്തരമായ പുതിയ കണ്ടന്റുകൾ കാണുന്നത് മസ്തിഷ്കത്തെ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇത് മാനസികമായ ക്ഷീണത്തിനും വ്യക്തതയില്ലായ്മയ്ക്കും കാരണമായി തീരുന്നു. കൂടാതെ സ്ട്രെസ്, അമിതമായ ജോലിഭാരം, സമീകൃത ആഹാരക്കുറവ്, ഡയറ്റില്ലായ്മ, ആർത്തവ വിരാമം എന്നിവ കൊണ്ടും ബ്രെയിൻ ഫോഗ് വരാം. ബ്രെയിൻ ഫോഗ് തടയാനായി സ്ക്രീൻ ടൈം കുറച്ച് ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധ്യമെങ്കിൽ സ്മാർട്ട് ഫോണുകൾ, ടെലിവിഷനുകൾ, കമ്പ്യൂട്ടറുകൾ, ടാബ്ലറ്റുകൾ, സോഷ്യൽ മീഡിയ സൈറ്റുകൾ തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ബോധപൂർവമായ നിയന്ത്രണം അഥവാ ഡിജിറ്റൽ ഡിറ്റോക്സ് നടപ്പിൽ വരുത്താൻ ശ്രമിക്കുക. ഉറക്കം, വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്നിവ പാലിക്കുക. മെഡിറ്റേഷൻ പോലുള്ള മാനസിക വിശ്രമ രീതികളും ഫലപ്രദമാണ്. ബ്രെയിൻ ഫോഗ് ഒഴിവാക്കാൻ സ്ക്രീൻ ടൈം മാനേജ് ചെയ്യുന്നത് പ്രധാനമാണ്. ബ്രെയിൻ ഫോഗ് കുറഞ്ഞതായി തോന്നുന്നില്ലെങ്കിൽ വൈദ്യസഹായം തേടുക. ഒരു ന്യൂറോളജിസ്റ്റിനെ സന്ദർശിക്കുന്നതാണ് ഉചിതം. സദാസമയവും റീൽ കണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ ഇവിടെ മെൻഷൻ ചെയ്യുക.